ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പോവാണ്. ഇവിടെ ഹസ്ബൻഡ് വീടിനടുത്തുള്ള ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ താഴെ നിന്ന് റെഡി ആയിട്ട് വന്നു. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ റെഡി ആവുന്നതൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ താഴെ വന്നിട്ട് ഇവർ രണ്ടുപേരും റെഡി ആവുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ രണ്ടുപേരും റെഡിയായി, അടുത്ത ആൾ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ മൂന്നുപേരും കൂടിയിട്ടാണ് പോകുന്നത്. ചേട്ടനോട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൂന്നുപേരും കൂടി ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് വീട്. അപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് വന്നത്. ഞാൻ കുറിയിട്ട് കണ്ടപ്പോൾ അടുത്ത ആൾക്ക് കുറിയിടണം, അത് കണ്ടപ്പോൾ അടുത്ത ആൾക്ക് കുറിയിടണം. അപ്പോൾ ആ കുറി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ മകൾ സ്നേഹം. ഓക്കെ, ഉറപ്പുവരുത്തി. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ഇന്നലെ പോയിട്ട് ആ വാവയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഹൈ ചെയർ. അതിങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതെടുത്തു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ്. എന്തായാലും വണ്ടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, വോക്കബിൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ദേവു ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ കുറച്ച് ലിപ്സ് എടുത്താൽ മതി. അപ്പോൾ അവിടെ എത്തി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സെൽഫി ക്യാമറയിൽ പിന്നെ കുറച്ച് ഫോട്ടോസ്, അത് മാൻഡേറ്ററി ആണല്ലോ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ പോണ വഴിയിലാണ്. ഒരു കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീടായി. പിന്നെ നമ്മൾ മൂന്നുപേരും കൂടി എടുത്തു. എന്നിട്ട് വീണ്ടും അവരുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കയറിപ്പോകുന്ന ആ സ്ഥലത്ത് കാണുന്ന വീടാണ് അവരുടെ വീട്. പഴയ നാട്ടിൻപുറമായതിൻ്റെ എല്ലാ ഇതും നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അതൊന്ന് മാറിയിട്ട് കുറച്ചും കൂടെ സ്റ്റേജ് എന്ന് പറഞ്ഞ പോലെ ഒരു സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതാണ് ബേബി. അപ്പോൾ എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് ബേബി ബേബി എന്ന് പറയുന്നത്. പേരൊന്നും എനിക്കത്ര കാര്യമായിട്ട് അറിയില്ല. അപ്പം നമ്മൾ വന്നു, ജ്യൂസൊക്കെ കുടിച്ചു. ഈ വയലറ്റ് ഫ്രോക്ക് ഇട്ട ആളാണ് ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ. ഈ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടാന്ന് തോന്നുന്നു. ആൾ കുറച്ച് സഫോക്കേറ്റഡ് ആയിരുന്നു, എന്നാലും കരയണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാണ്. കേക്ക് ഒരു 2 ടയർ കേക്കായിരുന്നു. വിച്ച് വാസ് നൈസ്. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും അവരത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഫോട്ടോസിന് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല ഇപ്പോഴും. എന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് ബാക്കിൽ ഇപ്പോഴും കേൾക്കാം. എന്നുവെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് ബാക്കിൽ ഇങ്ങനത്തെ കമൻട്രി ഒക്കെ കേൾക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷമാണ്, അവർ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഉണ്ണിയുടെയും ഫാദർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആളുടെ അമ്മയും അമ്മയുടെ ഫാമിലി, അച്ഛൻ്റെ ഫാമിലി, ഇത്രയും പേര് കൂടിയിട്ടാണ് കേക്ക് കട്ടിങ് നടത്തുന്നത്. ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പോകുമ്പോൾ ആൾ കത്തി വലിച്ചൊരൊറ്റ ഇടലാണ് താഴെ. അത് കഴിഞ്ഞ് കത്തിയൊക്കെ എടുത്ത് നമ്മൾ മെല്ലെ കേക്ക് കട്ട് ചെയ്യും. നല്ല ടേസ്റ്റി കേക്കായിരുന്നു. ഞാൻ കേക്ക് കാണാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഒരു പിക്ക് എടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഫാമിലി കൊടുന്ന വേറെ 2 കേക്കും കൂടെ ഉണ്ടായിരുന്നു. ഒരു വൈറ്റ് ഫോറസ്റ്റ്, പിന്നെ ഒരു റെഡ് വെൽവെറ്റ്. ഇപ്പോൾ സെക്കൻഡ് ഔട്ട്ഫിറ്റിലേക്ക് ആൾ മാറിയിട്ടുണ്ട്. തേർഡ് ഔട്ട്ഫിറ്റ് ഇട്ട് കൊടുക്കുന്നു. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. 2-3 ഡ്രസ്സുകളൊക്കെ ആൾക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നോർമലി പിള്ളേർ കരഞ്ഞലമ്പാക്കുന്ന അത്രയൊന്നും ഈ ബേബി അലമ്പാക്കിയിട്ടില്ല. നെക്സ്റ്റ് പരിപാടി ഫുഡാണ്. സോ ടേബിൾസൊക്കെ അറേഞ്ച് ചെയ്ത് തുടങ്ങി. മന്തി, മയണൈസ്, അതിൻ്റെ ചട്നി, പിന്നെ വെജിറ്റേറിയൻ ഫുഡ് വേണ്ടവർക്ക് അത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.